നമ്മുടെ ഇഷ്ടക്കാർ, കുടുംബക്കാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് നമുക്കും റബ്ബ് തആല ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഈ ലോകത്ത് ആദ്യമായി ഉണ്ടായ ഒരു തലമുറയല്ല ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഒരുപാട് പരശതം തലമുറകൾ കഴിഞ്ഞു പോയതിൻ്റെ ശേഷമുള്ള, ഒരുപക്ഷെ അന്ത്യതലമുറ എന്ന് പറയാൻ പറ്റുമാറ് അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം BC 5679 ജീവിച്ചിരുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 7700 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചത്. ആ ജീവിച്ച നാടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ നാട്. ഇന്ത്യ എന്നോ ഭാരതമെന്നോ എന്തോ പേരിൽ അറിയപ്പെടട്ടെ, ഈ ഭൂമിയിലായിരുന്നു ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ സർവം നശിച്ചു പോവുകയും യേശുക്രിസ്തുവിൻ്റെ മുമ്പ് BC 3780 നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനായ സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ വന്ന് ഇന്ത്യയിൽ താമസിച്ചുവെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. അവരെയാണ് ദ്രാവിഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം. പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷം BC 2500 കാസ്പിയൻ കടലിൻ്റെ തീരത്ത് നിന്നും പേർഷ്യൻ ഭാഗത്ത് ആടുമേച്ചും കന്നുകളെ തീറ്റിപ്പോറ്റിയും ജീവിച്ചിരുന്ന ആര്യന്മാരെന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയിലേക്ക് കുടിയേറിയത് BC 2500 മുതൽക്കാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 4500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. അതിൻ്റെ മുമ്പേ ഈ ലോകത്തുണ്ടായിരുന്ന, ഈ നാട്ടിലുണ്ടായിരുന്ന വിഭാഗം ദ്രാവിഡരായിരുന്നു. ദ്രാവിഡന്മാരെന്ന് പറഞ്ഞാൽ കറുത്ത ശരീരമുള്ളവരാണ്, ആരോഗ്യ ദൃഢഗാത്രരാണ്, തടിയുള്ളവരാണ്. ആര്യന്മാരെന്ന് പറയുന്നവർ വെളുത്ത ശരീരമുള്ളവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, പക്ഷേ കുതന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ യഥേഷ്ടം അറിയുന്നവരുമാണ് ആര്യന്മാരെന്ന് പറയുന്ന വിഭാഗം. ഇതാണ് ഈ രണ്ട് വിഭാഗത്തിൻ്റെ അടയാളമായി പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് BC 326 യേശു ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 326 ഏകദേശം 3.5 നൂറ്റാണ്ട് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അക്രമമുണ്ടായ നാടാണ് നമ്മുടെ നാട്. ആരാണ് ഈ അലക്സാണ്ടർ എന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന അൽ-കഹ്ഫ് സൂറത്തുണ്ടല്ലോ, ഓതൽ സുന്നത്തുള്ള ആ അൽ-കഹ്ഫ് സൂറത്തിൽ പറയുന്നുണ്ട്, യസ്അലൂനക അൻ ദിൽഖർനൈനി ഖുൽ സഅത്ലു അലൈഹി ദിക്റ എന്ന് അല്ലാഹു തആല പറയുന്ന ദുൽഖർനൈനിയെ പറ്റി നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞുതരാം എന്ന് നബിയോട് പറയാൻ പറയുന്ന ഒരു ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരാളെ പറ്റി ഖുർആനിൽ അൽ-കഹ്ഫ് സൂറത്തിൽ വിശദമായി പറയുന്നുണ്ട്. ആ ദുൽഖർനൈനിയാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി, ഗ്രേറ്റ് അലക്സാണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന, ലോകം കീഴടക്കി ഭരിക്കാൻ ആഗ്രഹിച്ച അലക്സാണ്ടർ ചക്രവർത്തിയും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്, അഥവാ ദുൽഖർനൈനിയും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ 326 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് ലോകത്ത് ലോകാനുഗ്രഹിയായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെടുകയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെടുകയും കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ 716 വർഷത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് നുബുവത്ത് കിട്ടിയതിൻ്റെ 93 വർഷത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ കടന്നു വരികയുണ്ടായി. ഈ ഇന്ത്യ എന്ന പേരൊന്നും അപ്പല്ല, ഇപ്പൊ നമ്മൾ പറയുന്ന ഇന്ത്യ, അന്നത്തെ ഏതോ ഒരു ഭൂപ്രദേശം, അവിടേക്ക് മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു തങ്ങൾ കടന്നു വരികയും 2 കൊല്ലം സിന്ധ് ഭരിക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ഖാസിം മാതൃകാപരമായ ഭരണം, ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത നീതിയുടെ ഉത്തമ ഉദാഹരണമായ, മകുടോദാഹരണമായ ഭരണം മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു നടത്തി. ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളായി, കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളായി. ഇവരാരും മക്കത്തുനിന്ന് വന്നവരൊന്നുമല്ല. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ മക്കത്തുനിന്നോ മദീനത്തുനിന്നോ യമനിൽ നിന്നോ ഹദറമൗത്തിൽ നിന്നൊന്നും വന്നവരൊന്നും അല്ല.
ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ ദുരവസ്ഥയിൽ പറഞ്ഞത്, കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കണ്ടവരേഴ ചെറുമം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം. ചെറ്റും പേടിക്കേണ്ട നമ്പൂരാരെ, ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരാ ശ്രേയസ്സുപേക്ഷിച്ച് ഭക്തരായി മേവുമോ ജാതി ജയിലിൽ എന്ന് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിൽ SNDP യൂണിയന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ പാടുന്നത് കൊണ്ടാ ഇവിടെ കാണുന്ന മനുഷ്യന്മാരെ കണ്ടാലറിയാ ഇവരാരും ആര്യന്മാരല്ല, വെളുത്തവരല്ല, രാഷ്ട്രീയഘടകത്തിന്റെ ഭാഗത്തുനിന്ന് വന്നവരുമല്ല. ശരീരം കണ്ടറിയാ ഇതൊക്കെ പഴയ ചെറുമക്കളാണ്. അതാ ഉമർ ഖാദി റളിയല്ലാഹു സരസമായി വെളിയങ്കോട് പറയടക്കപ്പെട്ടിരിക്കുന്ന മഹാനായ വലിയുള്ളാഹി ഉമർ ഖാദി റളിയല്ലാഹു സരസമായി ചോദിക്കുന്നുണ്ട്, എന്ത് തറവാടിത്തോടോ എനിക്കൊക്കെ പറയാനുള്ളത്? നീയൊക്കെ വലിയ തറവാട്ടുകാരനാണ്, ഞാൻ വലിയ കുലമഹിമയുള്ളവനാണെന്നൊക്കെ പറയുന്നല്ലോ, എന്ത് തറവാടിത്തോടോ നിനക്കൊക്കെ പറയാനുള്ളത്? അസലൂക്കുമൂമിൻകബുലുയമ്പനായരു വാശാരി മൂശാരി വ മണ്ണാനു പാണനു കൊഴപ്പാലും ചെട്ടി എമ്പനായാടി പറയലൂ. നിന്റെയൊക്കെ വല്യപ്പാന്റെ വല്യപ്പ ഒന്നുകിൽ ആശാരി, അല്ലെങ്കിൽ കൊശവൻ, അല്ലെങ്കിൽ ചർമ്മൻ, അല്ലെങ്കിൽ ഈഴവൻ, അല്ലെങ്കിൽ പുലയൻ. ഇതേതെങ്കിലും മതം മാറിയിട്ടല്ലാതെ എവിടെയാണോ നിനക്ക് തറവാടിത്വം പാരമ്പര്യം കിട്ടുക? നിനക്കൊരു തറവാടിത്വമില്ല, നീയൊന്നും കുറേശ്യൊന്നും അല്ല. നിങ്ങളെല്ലാവരും ഇവിടുത്തെ പൂർവികരായ ചെറുമക്കള്, അടിമകളായിരുന്ന ചെറുമക്കള്, ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട പുലയര്, അതേപോലെ പറയന്മാര്, അതേപോലെയുള്ള താഴ്ന്ന ജാതിക്കാര് മനുഷ്യനാകാനുള്ള ആഗ്രഹം കൊണ്ട് മതം മാറി മുസ്ലിമായി തൊപ്പിയിട്ട് മുസ്ലിമായത് കൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ പൂർവ്വ പിതാക്കന്മാർ മുസ്ലിമായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ലോകത്ത് കാണുന്ന, ഈ രാജ്യത്ത് കാണുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പരമ്പര അത്രയേ ഉള്ളൂ. എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദാ, മുഹമ്മദിന്റെ വാപ്പാന്റെ പേര് മീരാമൊല്ല, മീരാമൊല്ലിന്റെ വാപ്പാന്റെ പേര് അവറാമൊല്ല, അവറാമൊല്ലിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പ പറഞ്ഞു തന്നിട്ടില്ല. അറിയാത്തത് കൊണ്ടാണോ പറയാൻ മാനക്കൊള്ളുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഒരു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഏതെങ്കിലും പറയനിലോ പാണനിലോ അല്ലെങ്കിൽ ഈഴവനിലോ തീരിലോ ഒക്കെ തന്നെയാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാര്. നമ്മൾ ആരും അതറമോത്തുനിന്നും മക്കത്തുനിന്നും യമനെന്നും വന്നവരൊന്നും അല്ല. ഈ നാട്ടിൽ ഉണ്ടായിരുന്ന പുരാതന ദ്രാവിഡ വർഗം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മുടെ ശരീരം കണ്ടാൽ അറിയാം, നമ്മുടെ തറം കണ്ടാൽ അറിയാം, നമ്മുടെ സംസ്കാരം കണ്ടാൽ അറിയാം. എല്ലാം കൊണ്ടും നമ്മൾ ദ്രാവിഡ തന്നെയാണ്. പക്ഷെ ഇസ്ലാം കടന്നു വന്നപ്പോ നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി മാറി. ആ ഇസ്ലാമിന്റെ ശേഷം മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു ഞങ്ങൾ തിരിച്ചുപോയി. 2 കൊല്ലം സിന്ധിൽ അദ്ദേഹം ഭരിച്ചുള്ളൂ. അദ്ദേഹം തിരിച്ചു പോയപ്പോ സിന്ധിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ ചെയ്ത പണി എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് അദ്ദേഹത്തെ ദൈവമാക്കി അങ്ങ് ആരാധിക്കാറ്. മുഹമ്മദ് ബിൻ ഖാസിം എന്ന മഹാനായ ഒരു മുസ്ലിം, ഒരു രാജാവ്, പക്ഷെ നീതിയുടെ പ്രതീകമായിരുന്നു അദ്ദേഹം. അദ്ദേഹം പോയപ്പോ, തിരിച്ചു പോയപ്പോ അദ്ദേഹത്തിന് നാട്ടുകാർക്ക് സഹിച്ചില്ല. അവർ അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ടാക്കി ദൈവങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ ഏതാവട്ടെ, നമ്മൾ ആരും പുറത്തുനിന്ന് വന്നവരൊന്നും അല്ല. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന പൂർവികരായ, ഈ നാട്ടിലുണ്ടായിരുന്ന ആദ്യ ദ്രാവിഡർ എന്ന് പറയുന്ന പുലയരുടെയും പറയരുടെയും നായാടികളുടെയും കൊശവന്മാരുടെയൊക്കെ പിന്മുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പാരമ്പര്യം പരിശോധിച്ചാൽ അവിടെ എത്തൂ. ഏതായാലും നമുക്ക് ഇസ്സത്ത് കിട്ടിയത്, അഭിമാനം കിട്ടിയത്, സ്വാതന്ത്ര്യം കിട്ടിയത്, മനുഷ്യനാകാൻ അവസരം കിട്ടിയത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടായത് കൊണ്ടാണ്. അതിന്റെ ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന പറങ്കികള്, അതേപോലെ ഡച്ചുകാര്, ഫ്രാൻസുകാര്, അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരൊക്കെ മുസ്ലിമീങ്ങളുടെ ഈ ഇസ്സത്ത്, ഈ പ്രതാപം, ഈ പത്രാസ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുൽസിത ശ്രമങ്ങള്, ഒരുപാട് കുതന്ത്രങ്ങള്, ഒരുപാട് കിരാത നിയമങ്ങള് ഈ രാജ്യത്ത് നടപ്പിലാക്കി മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ നോക്കി. അത്തരമൊരു ഘട്ടത്തിലാണ് 1803 എത്ര വർഷം മുമ്പാ നമ്മൾ ആലോചിച്ചോ? സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 1803 ഏതായാലും ഗാന്ധിജി ജനിച്ചിട്ടില്ല.
ഗാന്ധിജിയുടെ അച്ഛൻ തന്നെ ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ആ കാലഘട്ടത്തിലാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി, ഡൽഹിയിൽ പോയാൽ നമുക്ക് കാണാം, ജാമിയ റഹീമിയ എന്ന് പറയുന്ന പള്ളിയുണ്ട് അവിടെ. ആ ജാമിയ റഹീമിയ ക്യാമ്പസിന്റെ ഉള്ളിലുള്ള പള്ളി, ആ പള്ളിയുടെ മുറ്റത്ത് മറയടക്കപ്പെട്ട, നേരം പള്ളിയിലേക്ക് കയറി പോകുന്നതിന്റെ ഇടത് ഭാഗത്ത് മറയടക്കപ്പെട്ട കബറുകളിൽ രണ്ടാമത്തെ കബറ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കബറാണ്. വലിയ പണ്ഡിതനാണ്, മിഷ്കാത്തിന്റെ മുഖദ്ദിമ ഹദീസ് പണ്ഡിതനാണ്. മിഷ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ ആമുഖം അദ്ദേഹം എഴുതിയതാണ്. വലിയ നിദാന ശാസ്ത്ര ഹദീസ് ശാസ്ത്രത്തിലെ വലിയ പണ്ഡിതനാണ്, ഇമാമാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി. അദ്ദേഹം ഫത്വ ഇറക്കി, ഇന്ത്യ ദാറുൽ ഹർബാണെന്നും ഇംഗ്ലീഷുകാരോട് യുദ്ധം ചെയ്യൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണെന്നും ആദ്യമായി ഫത്വ ഇറക്കിയത് 1803-ൽ. ഗാന്ധിജിയൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ്, നെഹ്റു ജനിക്കുന്നതിന്റെ മുമ്പ്, സ്വാതന്ത്ര്യം എന്ന പേര് ഇന്ത്യക്കാർക്ക് പറയാൻ കിട്ടുന്നതിന്റെ മുമ്പ് ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം നൽകി ഫത്വ ഇറക്കിയ മഹാപണ്ഡിതരായിരുന്നു ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി. അതിന്റെ ഫലമായിട്ടാണ് 1857-ൽ മീററ്റിൽ സിപ്പായി ലഹളയുണ്ടായത്. അതേ കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ നേതാവായിരുന്ന ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന മുസ്ലിം നേതാവിനെ ഇംഗ്ലീഷ് പട്ടാളക്കാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ജാലിയൻ വാലാബാഗ് മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ പ്രതിഷേധക്കാരെ ഗേറ്റുകൾ മുഴുവൻ അടച്ചിട്ടിട്ട് തുരുതുരാ വെടിവെച്ച് 4 ഭാഗത്ത് നിന്ന് വെടിവെച്ചിട്ട് നൂറുകണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവമാണല്ലോ ജാലിയ വാലാബാഗ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ആ കിരാതമായ സംഭവം. അങ്ങനെ എത്രയെത്ര കേരളത്തിൽ വരെ വാർ എന്ന പേരിൽ ഇംഗ്ലീഷുകാരോട് നേരിട്ട് ഇന്ത്യക്കാരിൽ യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ്. നമ്മൾ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ, പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മലപ്പുറം കഴിഞ്ഞിട്ട് വെള്ളോമ്പലത്തുന്നതിന്റെ മുമ്പാണ് ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. ആ പൂക്കോട്ടൂർ എത്തുന്നതിന്റെ മുമ്പ്, അങ്ങാടി എത്തുന്നതിന്റെ മുമ്പ് റോഡിന്റെ ഇടത് ഭാഗത്ത് നമുക്ക് കാണാം പൂക്കോട്ടൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ അടക്കം ചെയ്ത സ്ഥലം. 4 ഭാഗം ചുറ്റുഭാഗം ഒരു മതിൽ കെട്ടിയിട്ട് ആ കബറിന്റെ കെട്ടിന്റെ ഉള്ളിലാണ് അവരുടെ കബറുള്ളത്. ഇന്ത്യയിൽ എവിടെയും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായവരുടെ കബറുകൾ ഈ നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടത് കാണൂല. കാരണം നേരിട്ടൊരു യുദ്ധം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതാണ് മുസ്ലിം പാരമ്പര്യം. നമ്മുടെ പൂർവികരായ ആളുകൾ യുദ്ധം ചെയ്ത് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഏതുമാവട്ടെ, എത്രയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ നേരെ തിരിച്ചാണ് പിന്നീടൊക്കെ സംഭവിച്ചത്. നേരെ തിരിച്ചാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഒറ്റുപണി നടത്തുകയും ഇംഗ്ലീഷുകാരെ സഹായിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം. കാരണം അവർക്ക് ഈ രാജ്യത്ത് ഇംഗ്ലീഷുകാർ ഭരിക്കലാണ് താല്പര്യം. ഇംഗ്ലീഷുകാർ പോകാൻ അവർ തയ്യാറല്ല, പറഞ്ഞയക്കാൻ തയ്യാറല്ല. വിരലിലെണ്ണാവുന്ന 1-4 ആളുകൾ മാത്രമാണ് ക്രിസ്ത്യൻ പേരുള്ളവർ സ്വാതന്ത്ര്യ സമരത്തിൽ കാണൂ. ബാക്കി എല്ലാ ക്രിസ്ത്യാനികളും അവരെപ്പോഴും ഭരണകൂടത്തിന്റെ ഇംഗ്ലീഷുകാരുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോ അതേപോലെ സ്വാതന്ത്ര്യത്തിൽ ഒരു പങ്കുമില്ലാത്ത ചില ആളുകൾ പിന്നീട് പ്രത്യക്ഷപ്പെടുകയാണ്. അധികാരത്തിന് വേണ്ടി, ആ ഭരണത്തിലെ സ്വാധീനത്തിന് വേണ്ടി, ഉദ്യോഗങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നതാണ് പിന്നീട് കണ്ടത്. അതാ പരിശുദ്ധ ഖുർആൻ ആ വിഭാഗം ഇസ്ലാമിനോട് കഠിന വിരോധികളായി മാറി. അവർക്കൊരു ശത്രു വേണം, ഇസ്ലാമിനെ അകറ്റി നിർത്തണം. മുസ്ലിമീങ്ങളെ ഭരണകൂടങ്ങളിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലേ ഇവന്മാർക്ക് അധികാരം കിട്ടും എന്നതിന്റെ ഫലമായിട്ടാണ് അവർ പുതിയൊരു ശത്രുവിനെ സൃഷ്ടിച്ചത്. അതാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ദുർബലരായ പാവങ്ങളായ വിഭാഗമായി നമ്മൾ മാറേണ്ടി വന്നത്. അത് പരിശുദ്ധ ഖുർആൻ മുമ്പേ പറഞ്ഞതാണ്. പല തജിദന്നഹും അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു. പരിശുദ്ധ ഖുർആനിൽ കാണാം സത്യവിശ്വാസികളോട് ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളായിട്ട് നബിയെ താങ്കൾക്ക് കാണാം അൽ യഹൂദ, ജൂതന്മാരെയും വേദം നൽകപ്പെട്ട ജൂതന്മാരെയും അതേപോലെ വല്ലദീന ശിറക്കു, ബഹുദൈവ വിശ്വാസികളായ ആളുകളും. അവർക്ക് തീർത്താൽ തീരാത്ത പകയാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തോടുള്ളത്. അവരെ നിങ്ങൾ എന്ത് മതസൗഹാർദ്ദം നടത്തിയാലും, അവരെ നോമ്പ് തുറപ്പിച്ചാലും, അവരെ കൂടെ കൂട്ടിയാലും, എന്തൊക്കെ ചെയ്താലും ആ ശത്രുക്കൾ വലൻ തറുത അൻകൽ യഹൂദ് വലൻ നസ്വാറ,
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത്തരം ക്രിസ്ത്യാനികളും അത്തരം ജൂതന്മാരും നബിയെ താങ്കളെ തൃപ്തിപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഹത്താ തത്തബിയ മില്ലത്തഹും, താങ്കൾ അവരുടെ മതത്തിൽ കൂടുന്നത് വരെ അവർ താങ്കളെ അംഗീകരിക്കൂല, താങ്കളെ തൃപ്തിപ്പെടൂല, താങ്കളെ ന്യായീകരിക്കാൻ സഹായിക്കാൻ അവരെ കിട്ടില്ല നബിയെ എന്ന് പരിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്. എന്തുകൊണ്ടായത്? ഇതിനാണ് അസൂയ എന്ന് പറയുക, അല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഇവിടെ മുസ്ലിമീങ്ങൾ ആരെയും നശിപ്പിച്ചിട്ടല്ല, ആരുടെയും മുതൽ കയ്യേറിയിട്ടല്ല. എല്ലാത്തിനും നമുക്ക് നിയമങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അവരെ പോലെ ആ ഏതെങ്കിലും സ്ഥലം കയ്യേറി പള്ളി ഉണ്ടാക്കാൻ പറ്റൂല. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് നമുക്ക് കയ്യേറാനും നമുക്ക് പിടിച്ചടക്കാനും നമുക്ക് അതിർത്തി മാറ്റാനും ഒന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. പിന്നെന്താ നമുക്കുള്ള കുഴപ്പം? അല്ലാഹു തആല പറഞ്ഞു, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. ആ സത്യനിഷേധികളായ ആ വേദക്കാരായ ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങളൊക്കെ മുഅ്മിനുകളായ നിങ്ങളൊക്കെ കുഫറിലേക്ക് മടങ്ങണം. അവരേതായാലും കാഫിറായി, അവരൊരുപാട് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു, ഒരുപാട് ദൈവങ്ങളെ ഉണ്ടാക്കി. അവരുടെ അച്ഛന്മാരെ, അവരുടെ പുരോഹിതന്മാരെ വരെ അവർ റബ്ബുകളാക്കി വെച്ചിരിക്കുകയാണ്. വെറും ദൈവമല്ല, റബ്ബുകളാണ്. സൃഷ്ടാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് മരിച്ചുപോയ അച്ഛന്മാരെ, മാർപ്പാപ്പമാരെ, പുരോഹിതന്മാരെ വരെ അവർ പ്രതിഷ്ഠിച്ച വിഭാഗമാണ് ആ വിഭാഗം. അതുകൊണ്ട് തന്നെ അവരെ പോലെ നമ്മളാകണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് നമ്മളെ കിട്ടാത്തതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ്? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അസൂയയാണ് ഇതിന്റെ ആകത്തുക. നമ്മൾ കിട്ടുന്ന വരുമാനം കൊണ്ട് ആരെയും തോൽപ്പിക്കാതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, മയക്കുമരുന്നില്ലാതെ, പാൻപരാഗില്ലാതെ, വേറെ വൃത്തികേടിനൊന്നും പോകാതെ കിട്ടുന്ന 500 അല്ലെങ്കിൽ കിട്ടുന്ന 200 അതുള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടെ ഭാര്യയും മക്കളും ഒത്ത് സമാധാനത്തോടുകൂടെ കഴിയുന്ന ഒരു വിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മൾ. ഇത് മറ്റുള്ളവർക്ക് കഴിയില്ല, അവരെ കൊണ്ടതിനാവില്ല, അവരെ കൊണ്ട് കഴിയില്ല. അവരുടെ വരുമാനം ഒരു ഫലമില്ലാതെ നശിപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാലോ, ഇന്നലെ നെമ്മാറയിൽ കത്തിക്കപ്പെട്ടത് കോടികളാണ്, കോടിക്കണക്കിന് രൂപയാണ് ഇന്നലെ കത്തിക്കപ്പെട്ടത്. എന്തിന്? എന്ന് ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട്, ഒരൊച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കണ്ണിനൊരു ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് കോടികൾ കത്തിച്ചു കളഞ്ഞൊരു വിഭാഗമാണ്. 1000 പാവപ്പെട്ട വീടില്ലാത്ത പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള കോടിക്കണക്കിന് സംഖ്യ ഒറ്റ രാത്രി കൊണ്ട് ഒരമ്പലത്തിലായി കത്തിച്ചത്. ഇതുപോലെ ആയിരക്കണക്കിന് അമ്പലങ്ങളിലാണ് കത്തിക്കപ്പെടുന്നത്. ഇവർ കുടിച്ചു തീർക്കുന്നത് കോടികളുടെ മദ്യമാണ്. നമ്മൾ ഒരു പെരുന്നാൾ ആഘോഷിച്ചു. അതിന്റെ ഇടയിൽ നമ്മുടെ പെരുന്നാളിന്റെ ചെലവെങ്ങനെ നിങ്ങൾക്കറിയോ? ഇതാ കേരളത്തിലെ ഏറ്റവും വലിയ അരി വ്യാപാരിയായ, അരി കച്ചവടക്കാരനായ, അരിമില്ല് മുതലാളിയായ ആള് തന്നെ എഴുതിയിട്ടുണ്ട്. കേരളത്തില് നോമ്പ് കൊണ്ടുണ്ടായത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2000 കോടി ഉറുപ്പിയുടെ അരി ചെലവായത്ര. റമളാൻ 30 2000 കോടി ഉറുപ്പിന്റെ അരി ചെലവായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. റമളാൻ 1 മുതൽ അരി ചെലവ് കുറവാണ്. പക്ഷെ അവസാനം ഞങ്ങൾ സംഭരിച്ചു വെച്ച അരി മുഴുവൻ ആ ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് തീർന്നു. ഈ അരി മുഴുവൻ പോയത് പാവപ്പെട്ടവന്റെ വീട്ടിലേക്കാണ്. ഫിത്ർ സക്കാത്താണ്, റിലീഫാണ്, ചാരിറ്റിയാണ്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ ചാരിറ്റി. ഒരു പൈസ അനാമത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് കൊട്ടിക്കളഞ്ഞിട്ടില്ല, അത് പടക്കം പൊട്ടിക്കാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് വേറെ വൃത്തികേടുകൾ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ലോകത്തെ മാനുഷികത, മനുഷ്യത്വം, കാരുണ്യം, സദാചാരം, ധാർമ്മികത ഉണ്ടാക്കുന്ന വിഭാഗമായി പോയി നമ്മൾ. എന്നാണ് നമ്മളോടുള്ള അസൂയക്ക് കാരണം? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, നമ്മളോടുള്ള അസൂയ കൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. എന്താ കാരണം? അലാ മാ അതാഹുല്ലാഹു മിൻ ഫദ്ലി, നമുക്ക് അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് ഇത്തരം വൃത്തികേടുന്നൊക്കെ ഒരു തടസ്സം, ഒരു നിരോധനം, ഒരു ഹറാമിന്റെ മറ അല്ലാഹു തആല നമുക്ക് ഒരുക്കി തന്നുവെന്നത് വെറും ഒരു കാര്യമല്ല. മറ്റവർക്ക് അങ്ങനെയല്ല. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അവർക്കും തൗറാത്തുണ്ട്, അവർക്ക് ഇഞ്ചീലുണ്ട്, അവർക്ക് വേദങ്ങളുണ്ട്. പക്ഷേ കഴുതയുടെ പുറത്ത് മണ്ണാന്മാര് വെച്ച് കെട്ടുമല്ലോ എന്നതുപോലെ കഴുതയുടെ പുറത്ത് വേദം വെച്ച് കെട്ടിയതുപോലെയാണ് പുരോഹിതന്മാരുടെ കയ്യിലുള്ള വേദത്തിന്റെ നിലവാരം. ആ വേദം ജനങ്ങളോട് പറയുന്നില്ല.
നന്മ കൽപ്പിക്കുന്നില്ല, തിന്മ വിരോധിക്കുന്നില്ല, തിന്മ തടയാൻ അവർക്കൊട്ട് കഴിയുന്നുമില്ല. എല്ലാ വൃത്തികേടുകളും ഒരു കുദാശയിലൂടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നതോടുകൂടെ ഒക്കെ പൊറുക്കപ്പെടുമെന്ന് വിചാരിച്ച് എല്ലാ തെറ്റിനും മൗനാനുവാദം നൽകുന്ന മതങ്ങൾ അതപ്പതിച്ചപ്പോ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അത്തരം വൃത്തികേടുകളിലേക്ക് നിങ്ങൾ പോകരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൗദി അറേബ്യയിലെ ഭരണാധികാരിയോട് അല്ലെങ്കിൽ ഖത്തറിലെ ഭരണാധികാരിയോട്, ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികളോട് അള്ളാഹു പറയുന്നത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അമേരിക്കയെയും ബ്രിട്ടനെയും ഒന്നും നിങ്ങൾ ഔലിയാക്കളാക്കരുത്, രക്ഷിതാക്കളാക്കരുത്. അവര് സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിച്ചിരിക്കരുത്. അമേരിക്ക നിങ്ങളെ സഹായിക്കൂല, ബ്രിട്ടൻ നിങ്ങളെ സഹായിക്കൂല. അവരൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ സമ്പത്ത് ഉപയോഗിച്ച് നിങ്ങളെ തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവരെ രക്ഷിതാക്കളാക്കരുത്, അവരുടെ സഖ്യത്തിൽ കൂടരുത്. ആരെങ്കിലും അവരെ രക്ഷിതാക്കളാക്കിയാൽ, അവരുടെ സഖ്യത്തിന്റെ ഒപ്പം നിന്നാൽ അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ ഏറ്റെടുക്കാൻ, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലോകത്ത് ഇത്തരം വൃത്തികെട്ടവരെയൊന്നും നമുക്ക് കിട്ടില്ലെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ തങ്ങൾ വഴിക്ക് ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ. ജൂതന്മാരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യാതെ ഖിയാമത്ത് സംഭവിക്കൂല. ഖിയാമത്ത് നടക്കാൻ ഒരല്പം സമയമേ ഉള്ളുവെങ്കിലും അള്ളാഹു അല്പം കൂടി നീട്ടിയിട്ടെങ്കിലും ആ യുദ്ധം നടന്നിട്ടേ ലോകം അവസാനിക്കൂ. ജൂതന്മാരുമായി മുസ്ലിമീങ്ങൾ യുദ്ധം നടക്കും. അള്ളാന്റെ റസൂല് പറയുന്നു, ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂന. ആ സമയത്ത് മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നുകൊണ്ടേയിരിക്കും. ഹത്താ യഖ്തബിയൽ യഹൂദിയു മിൻ വറായിൽ ഹജരി വശജരി. മരത്തിന്റെ മൂട്ടിലും പാറയുടെ പുറകിലും ജൂതൻ പോയി ഒളിച്ചിരിക്കുമ്പോ ഫയഖൂലുൽ ഹജറു വശജറു, ആ മരവും കല്ലും വിളിച്ചു പറയും, യാ മുസ്ലിമു യാ അബ്ദല്ലാഹ്, ഏ മുസ്ലിമേ, അല്ലാഹുവിന്റെ ദാസ, ഹാദാ യഹൂദിയുൻ ഖൽഫി. ഇതാ ഒരു ജൂതൻ എന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, അവനെ പോയി കൊല്ല് എന്ന്. ഈ ചെന്ന് അവനെ കൊല്ല് എന്ന് കല്ലും മരവും വരെ വിളിച്ചു പറയുന്ന ഒരു ദിവസം വരുമെന്ന ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള അവസരമാണ് ലോകത്ത് പുലർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവതുള്ള വിധം കഴിയുന്നതിന്റെ പരമാവധി അതിനുവേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മൾ ഒരുങ്ങേണ്ട കാലമാണ്. പക്ഷേ നമ്മൾ സുഖലോലുപന്മാരാണ്. സൗദി രാജാവിനെ പോലെ അല്ലെങ്കിൽ ഖത്തറിലോ അല്ലെങ്കിൽ കുവൈത്തിലോ അല്ലെങ്കിൽ മറ്റ് അറബി രാഷ്ട്രങ്ങളിലോ ഉള്ള സുഖലോലുപന്മാരായ ഭരണാധികാരികളെ പോലെ നമ്മളും ഇപ്പൊ സുഖത്തിലാണ്. നമുക്ക് സുഖം. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പശുക്കൾക്കും ബ്രാഹ്മണന്മാർക്കും സുഖമായാൽ ലോകത്തെല്ലാവർക്കും സുഖായി എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കുട്ടികൾക്കും സുഖായാൽ ലോകത്തൊക്കെ സുഖായി എന്ന് വിചാരിക്കുന്ന സുഖമാണ് നമ്മുടെ സുഖം. ഈ സുഖം നിലനിൽക്കൂല. ഈ സുഖത്തിനൊരു അന്ത്യമുണ്ട്. നമ്മൾ സുഖിക്കാൻ വന്നവരല്ല, നമ്മൾ ത്യാഗങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. അതിന്റെ ശബ്ദമാണ് പാർലമെന്റിലായാലും ലോകസഭയിലായാലും രാജ്യസഭയിലായാലും പലസ്തീനിലായാലും ലോകത്തിന്റെ മുക്കുമൂലകളിലൊക്കെ കേൾക്കുന്നത് ആ ശബ്ദമാണ്, ആ മുന്നറിയിപ്പാണ്. അതിനെ നേരിടാനും അതിന്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി പോകാതെ ഈമാനിന്റെ ജിഹ്വ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനും ഓരോ സത്യവിശ്വാസിക്കും ബാധ്യതയുണ്ട്. അവരുദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ ഇല്ലാതാക്കണമെന്നാണ്. ആ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനാണ് ഇരുട്ടിന്റെ ശക്തികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വെളിച്ചത്തെ കൂടുതൽ പ്രോജ്വലമാക്കുവാനും കൂടുതൽ പ്രകാശപൂരിതമാക്കുവാനുമുള്ള ബാധ്യത ഓരോ മുസ്ലിമും ഏറ്റെടുത്തേ മതിയാകൂ. അത് നശിപ്പിക്കപ്പെടാൻ പാടില്ല, അത് ഊതിക്കെടുത്തപ്പെടാൻ പാടില്ല. നമ്മൾ തന്നെ കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറുമ്പോൾ നമ്മൾ പഠിക്കുക. നമുക്ക് വേണ്ടി ആരൊക്കെയോ ഉണ്ടാക്കുന്ന അജണ്ടയുടെ പിന്നാലെ പായുകയാണ് നമ്മൾ. കണ്ടില്ല നിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആകെ പണിപ്പെട്ട കണ്ണാടി പള്ളിക്കാരൊഴികെ ബാക്കി എല്ലാ പള്ളിക്കാരും ലഹരി വിമുക്ത പ്രതിജ്ഞ ചെയ്തവരാണ്.
കണ്ണാടി മാലിന്യാർ മാത്രം ചെയ്തിട്ടില്ല, കാരണം ഞങ്ങളുടെ മാലിയിൽ കള്ളുടിയന്മാരില്ല, ഞങ്ങൾക്ക് പ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മാപ്പിളാർക്ക് അത് തിരിഞ്ഞൂടാ, ഇതൊരു ചതിയാണ്. മുസ്ലിങ്ങളാണോ ഈ പ്രതിജ്ഞ ചെയ്യേണ്ടത്? നമ്മൾ ആരാ കള്ളുടിയന്മാരെ പ്രോത്സാഹിപ്പിച്ചത്? നമ്മുടെ മക്കൾക്ക് ആരാ ലഹരി വാങ്ങിക്കൊടുത്തപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അവര് നമ്മളെ ഇറക്കി വിട്ടിട്ട് അവരൊക്കെ മാറി, അവരതൊക്കെ പണ്ടേ നിർത്തി. ഇപ്പോഴും പള്ളിക്കമ്പറ്റിക്കാരും നോമ്പ് തുറയായാലും ലഹരി മുക്ത പ്രതിജ്ഞ, ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, നോമ്പ് തുറ, എന്ത് വിദ്യത്താണ് കണ്ടത്? അപ്പൊ ആരെങ്കിലും തരുന്ന അജണ്ട വെച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയെ നമ്മുടെ നേതൃത്വത്തിനുള്ളൂ എന്നതല്ല ഇത് പഠിപ്പിക്കുന്നത്. അതിൽ മുന്നിൽ നിൽക്കേണ്ടവർ നിന്നില്ല, അവരാരും നമ്മുടെ ഒപ്പം വന്നില്ല, അവരൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയി. എന്നിട്ട് നമ്മളാ പ്രതിജ്ഞ എടുക്കുക. നമുക്കെന്താ നിർബന്ധം? കുടിയന്മാരപ്പുറത്താണ്, അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രതിജ്ഞ പള്ളിയിലെ മോനേര് ചൊല്ലിക്കൊടുക്കുക. എന്നിട്ട് മൗമൂമികളൊക്കെ കൂടി കയറ്റി ചെല്ലുക. എന്താ മോനേര് അവിടെ കള്ള് വിതരണം ചെയ്യണത്? ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ ദൗത്യം അതല്ല, നമ്മുടെ മാർഗം വേറെയാണ്. ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ചെറുപ്പക്കാര് ജാഗരൂകരാവണം. ഇസ്ലാമിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ,